ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെക്കുറിച്ച് CPM നേതാക്കന്മാരുടെ നിലപാട് എന്താണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി ജയരാജൻ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആകുലതകളോ അല്ലെങ്കിൽ ഈ അറസ്റ്റിനെ എങ്ങനെയാണ് ഇടതുപക്ഷ നേതാക്കന്മാർ കാണുന്നതെന്നും വിലയിരുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വാക്കുകൾ കേട്ടാൽ മതി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPM പ്രതിരോധത്തിൽ, നേതാക്കന്മാർ പ്രതിരോധത്തിൽ എന്നൊക്കെ വാർത്ത കൊടുക്കുന്നവർ ജയരാജന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്നെടുത്ത് വായിച്ചാൽ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. ഇങ്ങനെയാണ് ആ കുറിപ്പ്. പത്മകുമാറിന്റെ അറസ്റ്റും വസ്തുതയും. ശബരിമല സ്വർണക്കേസിനും രണ്ട് ഭാഗങ്ങളുണ്ട്. സ്വർണം പൂശി നൽകാമെന്ന് ഏറ്റ് സ്പോൺസറെ പോലെ വന്ന് സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും. സ്വർണം പൂശാൻ വിട്ടു നൽകുമ്പോൾ ചട്ടപ്രകാരം പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥ ഭരണവിഭാഗം. സ്വർണം വിട്ടു നൽകുമ്പോഴും ഫയലുകളിൽ രേഖപ്പെടുത്തലുകളിലും അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥ സംഘം. ഇവരെ നയിക്കുന്നതിൽ ഭരണപരമായ വീഴ്ച കൂടി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഫയലിൽ ചെമ്പുപാളി എന്ന് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റി. ഇത് മോഷണത്തിലേക്ക് നയിച്ചു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ല. അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ എത്ര വലിയ ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടുമെന്ന് തന്നെ സർക്കാർ പറഞ്ഞിരുന്നു. ഒരാളെയും സംരക്ഷിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു.